ഇന്നൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. സാധാരണ എന്നും ഈസി റെസിപ്പി തന്നെയാണ്, ഇന്ന് അതിലും ഈസിയാണ്. അപ്പോൾ എന്നും ദോശ ഇഡലിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇതേ ഇഡലി മാവ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇഡലി മാവാണ് കേട്ടോ. ഇഡലി മാവ് അവിടെ വെക്കുക. അതിലേക്ക് നമ്മൾ വഴറ്റി ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെക്കുക. സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിയില, കറിവേപ്പില എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കുക. പിന്നെ വറുത്തിടാനായിട്ട് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ അതും ചേർക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ട് ഈ ആദ്യം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് കളർ മാറി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. എല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. സവാള ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. സവാള ഒരു ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, ലേശം ഉപ്പ്. അപ്പോൾ ഇഡലി മാവിൽ ഉപ്പുള്ളതാണ്. ഇതിൽ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ ഉപ്പ്, അത് സവാള എത്ര എടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ടാൽ അത് കാണാനില്ല, അത് പോയി തോന്നുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയില ഇടുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സവാള ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഇലകളും കുറച്ച് ഉപ്പ് കേട്ടോ. അപ്പോൾ ഇഡലി മാവിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഇതിലിട്ട് കൊടുക്കാൻ. ഇത് ഈ സവാളയ്ക്കൊക്കെയുള്ള ഉപ്പാണ്, കുറച്ച് അതും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റി കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇഡലി മാവിൻ്റെ പാകം കേട്ടോ. ലൂസായിട്ടിരിക്കരുത്, ഇത്ര കട്ടി വേണം. ചൂടാറൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് വഴറ്റിയത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും വേണം കേട്ടോ. എന്തെങ്കിലും ഓയിലോ, വെളിച്ചെണ്ണയിലാണ്ട് ബാക്കി എന്തോ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ്. അത് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയില്ലേ, അത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല ചൂടിൽ പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ സിമ്മിൽ വയ്ക്കുക. സിമ്മിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തീ കൂട്ടി വെച്ചാൽ വേഗം അടി കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ പാത്രമായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ഇതൊരു 3 മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും അതിൻ്റെ മോൾ ഭാഗം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പാകം കേട്ടോ. അത് കഴിഞ്ഞ് തുറക്കുക. തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇത് കമഴ്ത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയില്ലേ, അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി നമ്മൾ അടച്ചു വയ്ക്കേണ്ട. ഇനി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് മറിച്ചിട്ടിട്ട് 2 മിനിറ്റും കൂടെ വയ്ക്കുക. 2 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ദേ നമ്മുടെ പണിയാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ച് നോക്കുക. അഥവാ വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ 2 മിനിറ്റ് കൂടെ വെച്ചാൽ മതി. ഇത്ര സമയം കൊണ്ട് തന്നെ ആകും കേട്ടോ. നമ്മുടെ അടിപൊളി ഈസി അല്ലേ പണിയാരം ഉണ്ടാക്കാൻ. പക്ഷേ ഇത് കൂട്ടിക്കഴിക്കുക. വെള്ള ചട്നിയും തക്കാളി ചട്നിയും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ സാമ്പാറും എടുത്തിട്ടുണ്ട്. നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.